ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ? വളരെ അധികം വേള ഉണ്ടാക്കുന്ന രീതിയിൽ PSH അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു സ്വയം ചോദ്യം ചോദിക്കാൻ പറ്റും, ഉത്തരം പറയാൻ പറ്റത്തില്ല. ചോദ്യം ചോദിക്കാൻ പറ്റും, ഉത്തരം ഞാൻ തീരുമാനിക്കും. എന്താ കല്യാണം കഴിക്കാത്ത? ചോദിച്ചിരിക്കുന്നു. റാപ്പിഡായ ചോദ്യങ്ങൾ ചോദിച്ച് ഫയറുള്ള മറുപടികൾ തേടിയുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ്. പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ റാപ്പിഡ് ഫയറിൽ ചേരുന്നു. തുടങ്ങാം. ആർ യു റെഡി? ആദ്യത്തെ ചോദ്യം, പുതുപ്പള്ളി ഇതുവരെ കണ്ടിട്ടുള്ളത് മികച്ച MLA ആരാണ്? ഉമ്മൻചാണ്ടി. സ്വന്തമായി ആത്മവിശ്വാസം ഇല്ലേ? അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ മാച്ച് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഉമ്മൻചാണ്ടിയും ചാണ്ടി ഉമ്മനും തമ്മിലുള്ള വ്യത്യാസം? അതേ അച്ഛൻ ഞാൻ മകൻ. UDF-ൽ ഇഷ്ടപ്പെട്ട ഒരു യുവ നേതാവ്? ഉത്തരം പറഞ്ഞു. ഷാഫി പറമ്പിൽ. ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഇതുവരെ? കേരളം കണ്ടത് അച്യുതമേനോൻ. ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ്? PS അച്യുതാനന്ദൻ. അപ്പോ രമേശ് ചെന്നിത്തല, VD സതീശൻ. ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ? വളരെ അധികം വേള ഉണ്ടാക്കുന്ന രീതിയിൽ PS അച്യുതാനന്ദൻ. ഞങ്ങൾക്കെല്ലാം ചില പരിമിതികളുണ്ട്, ഞങ്ങളൊക്കെ മാന്യമായിട്ടേ പെരുമാറാറുള്ളൂ. BJP-ക്കുള്ളിലെ ഒരു അടുത്ത സുഹൃത്ത്? അല്ല, ഒത്തിരി പേരുണ്ട്. ഒരാളുടെ പേര് പറയും. ഏറ്റവും അടുത്ത സുഹൃത്ത് അനിൽ ആന്റണി. ഓക്കെ. ചാണ്ടി ഉമ്മനിൽ ചാണ്ടി കാണുന്ന പോരായ്മകൾ? ഉമ്മൻചാണ്ടി മകനായ പ്രശ്നം, അതാണ് പോരായ്മ. അതുകൊണ്ട് ആളുകൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു. അല്ല, കിട്ടേണ്ട പണി കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല. അങ്ങനെ ഫാദർ ഇത്രയും നാള് MLA ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഈ പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ടതാ പറഞ്ഞതിനർത്ഥം. അവര് വേറെ പാര വെച്ചെന്ന് പറയരുത്. കോൺഗ്രസ് പാർട്ടി തിരുത്തേണ്ട 3 കാര്യങ്ങൾ സ്വയം വിമർശനം. അല്ല, അങ്ങനെ ഒരു തിരുത്തേണ്ടതായിട്ടൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു സ്വയം ചോദ്യം ചോദിക്കാൻ പറ്റും, ഉത്തരം പറയാൻ പറ്റത്തില്ല. ചോദ്യം ചോദിക്കാൻ പറ്റും, ഉത്തരം ഞാൻ തീരുമാനിക്കും. അപ്പൊ ഇനി ചില പേരുകൾ പറയാം. അവരെ കുറിച്ച് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, VD സതീശൻ. അല്ല, വളരെ ഊർജ്ജസ്വലനായ ക്ലാരിറ്റിയുള്ള ലീഡർ. പിണറായി വിജയൻ. ദൃഢമായ തീരുമാനം എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പക്ഷെ രാഷ്ട്രീയമായ യോജിപ്പ് പലപ്പോഴും അദ്ദേഹം കാണിക്കാറ്. ഷാഫി പറമ്പിൽ. യുവ നേതാവ്, വളരെ ഷാർപ്പായിട്ടും ഇടപെടലിൽ സ്മാർട്ടായിട്ടും ഉള്ള. രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു, ചില വീഴ്ചകൾ പറ്റി. സുരേഷ് ഗോപി. തുറന്നു പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ മറച്ചു വെക്കാതെ തുറന്നു പറയും. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. അവസരം വന്നാൽ പോകുന്നില്ല. നിഷേധിക്കും. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ആഗ്രഹിക്കുന്നു? അത് കോൺഗ്രസ് പാർട്ടിയുടെ ഏത് നേതാവിനെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി തീരുമാനിക്കും. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തീരുമാനിക്കും എന്ന് പറയും. ആരെങ്കിലും ഒക്കെ ചോദിക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള 4 ചോദ്യങ്ങൾ. എന്താ കല്യാണം കഴിക്കാത്ത? എന്താ കല്യാണം കഴിക്കാത്ത? ചോദിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമല്ലേ? അല്ല, ചോദ്യം ചോദിക്കാത്ത ചോദിക്കാത്തതിന്റെ കാരണം പറയാം. ഇത് ചോദിച്ച എല്ലാ അവതാരകരെയും എടുത്ത് ഉടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലേ, ശരിയല്ലേ? അപ്പൊ ആ ചോദ്യം ചോദിക്കണം ആഗ്രഹമുണ്ട്. ചോദിക്കണം ആഗ്രഹം. എന്നാ ഉത്തരം കൂടെ പറയാം. ഉത്തരം പറയാം. സമയം പറയാം. അപ്പൊ പിന്നെ ഞങ്ങൾ ഉത്തരം ഞാൻ തീരുമാനിക്കുന്നില്ല പറഞ്ഞു. ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം, ഉത്തരം പറയുന്നത് എന്റെ ഉത്തരവാദിത്വം. പക്ഷേ ഇതുവരെ ചാണ്ടി പറഞ്ഞൊരു ഉത്തരല്ല ഇപ്പൊ പറയുന്നത്. സമയമാവുമ്പോ പറയാം എന്ന് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ റാപ്പിഡ് ഫയർ അവസാനിക്കാൻ പോവുകയാണ്. ഫയറുള്ള മറുപടികളുമായി ചാണ്ടി ഉമ്മനാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്തോന്ന് പറയാണ്ടെന്ന് പറഞ്ഞത്? റോൾ ക്യാമറ ഇലക്ഷൻ. അപ്പൊ ചാണ്ടി ഉമ്മൻ എല്ലാ വിജയാശംസകളും. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് റോൾ ക്യാമറ ഇലക്ഷൻ.